വിശദമായ വാർത്തകളിലേക്ക്. ഗൽവാനിൽ കൊല്ലപ്പെട്ട സൈനികരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടു ചൈന എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. 4 സൈനികരാണ് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് ചൈനയുടെ വിശദീകരണം. ഗൽവാൻ സംഘർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ചൈനയുടെ ഭാഗത്തു നിന്നും സൈനികർ കൊല്ലപ്പെട്ടതായുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത്. ഒരു സൈനികന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ടെന്നും ചൈന വിശദീകരിക്കുകയാണ്. KP അഭിലാഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, അതിർത്തിയിൽ സമാധാനം വരുന്നു, സൈനികരെയൊക്കെ പിൻവലിക്കുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സഭാ സമ്മേളനത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ കണ്ടതായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി മറ്റൊരു സംഭവം ഇപ്പോൾ അതിർത്തിയിൽ ഉണ്ടാകുന്നു. എന്താണ് സംഭവിച്ചത്? എന്താണ് ചൈന പറയുന്നത് അഭിലാഷ്? സുരേഷ്, 2020 ജൂൺ മാസത്തിലായിരുന്നു ഗാൽവൻ താഴ്വരയിൽ ചൈനീസ് സൈന്യം അതിക്രമം നടത്തി കടന്നു കയറിയത്. ഇതിനെ ഇന്ത്യൻ സൈന്യം ചെറുക്കുകയായിരുന്നു. തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിൽ 40 ചൈനീസ് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായാണ് അനൌദ്യോഗികമായ കണക്കുകൾ. അമേരിക്കൻ ചാരസംഘടനയെ ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതേസമയം എത്ര സൈനികർ കൊല്ലപ്പെട്ടു എന്നത് സംബന്ധിച്ച ഒരു പ്രതികരണത്തിനും ചൈന തയ്യാറായിരുന്നില്ല. പുറത്തുവരുന്ന വാർത്തകളെല്ലാം തന്നെ തെറ്റാണ് എന്നത് മാത്രമായിരുന്നു ചൈനയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഏക പ്രതികരണം. അതിനിടെയാണ് ഇപ്പോൾ ചൈനയുടെ ഔദ്യോഗിക പത്രമായ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടി ഔദ്യോഗിക പത്രമായ പീപ്പിൾസ് ഡെയിലി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിടുന്നത്. അതായത് ഗാൽവൻ താഴ്വരയിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് ആദരം അർപ്പിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ആ റിപ്പോർട്ടിന്മേലാണ് ഇപ്പോൾ 4 സൈനികരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്ന തരത്തിൽ ചൈനയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുന്നത്. എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിലല്ല വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയും ഇതിൽ ഒരു പ്രതികരണത്തിന് തയ്യാറാകുന്നതേയുള്ളൂ. 40ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇന്ത്യയുടെയും പ്രതീക്ഷ. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് 20 ജവാന്മാർക്കാണ് അന്ന് നടന്ന സംഘർഷത്തിൽ വീരമൃത്യു വരിക്കേണ്ടതായി വന്നത്. പ്രത്യേകിച്ച് കമാൻഡിംഗ് ഓഫീസർ സന്തോഷ് കുമാർ ഉൾപ്പെടെ ഉള്ളവരായിരുന്നു മരിച്ചത്. എത്ര പേർ മരിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യൻ ആർമി ഔദ്യോഗികമായി അന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. 20 സൈനികർക്ക് ജീവത്യാഗം ചെയ്യേണ്ടി വന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്തായാലും ഗാൽവാൻ സംഘർഷത്തിന് ശേഷം പിന്നീട് ഇന്ത്യയും ചൈനയും തമ്മിൽ നിരവധി തവണ സൈനിക തല ചർച്ചകൾ നടന്നിരുന്നു. അതിന്റെ ഫലമായി തന്നെ സേനാ പിന്മാറ്റത്തിന് ഇരുവിഭാഗവും ധാരണയിലെത്തുകയും ചെയ്തു. അങ്ങനെ ലഡാക്ക് പ്രദേശത്ത് നിന്ന് ഇന്ത്യയും അതോടൊപ്പം തന്നെ ചൈനയും സേനാ പിന്മാറ്റം ആരംഭിച്ചിരിക്കുകയാണ്. ഏതാണ്ട് ഏറ്റുമുട്ടൽ നടന്ന് 9 മാസത്തിന് ശേഷമാണ് ചൈനയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് സൈനികരെ നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. ഏതായാലും 9 മാസത്തിന് ശേഷം ചൈന അക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. അന്ന് തന്നെ ഇന്ത്യ പറഞ്ഞിരുന്നു ചൈനയുടെ ഭാഗത്തു നിന്നും ആൾനാശം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്, സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ചൈന അക്കാര്യം അന്ന് സ്ഥിരീകരിച്ചിരുന്നില്ല. ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ചൈനയുടെ ഭാഗത്തു നിന്നുമുള്ള സ്ഥിരീകരണം ഉണ്ടാകുന്നത്. വിവരങ്ങളാണ് KP അഭിലാഷ് നൽകിയത്. ജമ്മു കാശ്മീരിൽ നിന്നു തന്നെയുള്ള മറ്റൊരു വാർത്തയിലേക്കാണ്. കാശ്മീരിലെ ഷോപ്പിയാനിൽ 3 ഭീകരരെ വധിച്ചതായി പോലീസ് അറിയിച്ചു. ഏറ്റുമുട്ടലിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ജീവൻ നഷ്ടപ്പെട്ടു. ലഷ്കർ എ തൊയ്ബ ഭീകരരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് കാശ്മീർ IG വിജയ് കുമാർ പറഞ്ഞത്. സീനിയർ പോലീസ് ഓഫീസർ മുഹമ്മദ് അൽത്തഫാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ. സെലക്ഷൻ ഗ്രേഡ് കോൺസ്റ്റബിൾ മൻസൂർ അഹമ്മദിന് ആക്രമണത്തിൽ പരിക്കേറ്റു. ഷോപ്പിയാനിലെ ബഗ്ഡാം മേഖലയിൽ കാശ്മീർ സോൺ പോലീസ് ഇന്നലെ രാത്രിയാണ് ഭീകരർക്കായി തെരച്ചിൽ ആരംഭിച്ചത്. ഇനി സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം, ഉദ്യോഗാർത്ഥികളുടെ സമരം, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ സമരം, ഇതും ഒക്കെയായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഉദ്യോഗാർത്ഥികളുടെ സമരം 25ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ മാസം 22 മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇതിനിടെ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ ഇന്ന് ഉപവാസം അവസാനിപ്പിക്കുകയാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഉമേഷ്, എങ്ങനെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലെ അവസ്ഥ എന്ന് പറയുന്നത്? കാരണം ഇന്നലെ ഏതാണ്ട് ഒരു യുദ്ധസമാനമായിട്ടുള്ള കലാപകലുഷിതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടിരുന്നത്. ഇന്ന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്?
നിലവിൽ മറ്റ് സംഘർഷാവസ്ഥയൊന്നും സെക്രട്ടേറിയറ്റ് മുന്നിലില്ല. സമരം സമാധാനപരമായി നേരത്തെ സമരം നടത്തിയിരുന്ന CPO റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ സമരം അത് സമാധാനപരമായി തുടരുകയാണ്. LGS റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ സമരം അത് 25-ാം ദിവസത്തിലേക്ക് കടന്നിട്ടുണ്ട്. കൂടാതെ ശബരിനാഥ് MLAയും ഷാഫി പറമ്പിലും നടത്തുന്ന സമരം അത് ഇന്ന് 5-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇത്തരത്തിൽ സമരം അതേ രീതിയിൽ തുടരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഇവർക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയും അല്ലെങ്കിൽ സമരക്കാർക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയും ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഇന്ന് ശോഭാ സുരേന്ദ്രൻ ഇന്ന് 2 ദിവസത്തെ ഉപവാസ സമരം അത് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് അവസാനിപ്പിച്ച ശേഷം ഗവർണറെ കാണാൻ സമയം ചോദിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ സമരക്കാരുടെ പ്രതിനിധികളെ കൂടി എത്തിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. എന്തായാലും 11 മണിയോടുകൂടി ഗവർണറെ നേരിട്ട് കണ്ട് സമരക്കാരുടെ ആവശ്യങ്ങൾ ഇവയെല്ലാം അറിയിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഗവർണറുടെ ഇടപെടൽ ആ രീതിയിലുള്ള ഇടപെടലാണ് അവർ നോക്കുന്നത്. നിങ്ങൾ തിരക്കിലാണോ, മീറ്റിങ്ങിലാണോ? എന്താ ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സമര രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത്? ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത്? 13 ദിവസമായിട്ട് 13ാമത്തെ ദിവസമാണെന്ന് ഇതുവരെ ഞങ്ങളെ CM തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് സത്യം. ഞങ്ങളെ കൊണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പൊതുമാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്, സമൂഹ പ്രവർത്തകരെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു 5 മിനിറ്റാണ് ഞങ്ങൾ ചോദിച്ചത് CM-നോട്. ഈ സമര രീതി അവർ 22 മുതൽ LGS വരെ അനിശ്ചിതകാല നിരാഹാരത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ ഏതെങ്കിലും സമര രീതി മാറ്റുകയാണോ? അങ്ങനെ എന്തെങ്കിലും ആലോചനയുണ്ടോ? ഞങ്ങൾ മരണം വരെ ഇവിടെ സമരം ചെയ്യും. നീതി കിട്ടുന്നവരെ ഞങ്ങൾ സമരം ചെയ്യും. സമരം ഇതേ രീതിയിൽ തുടരും, സമാധാനപരമായി തുടരും. ഞങ്ങളുടെ സമരം എപ്പോഴും മാതൃകാപരമായിരിക്കും, സമാധാനപരമായിരിക്കും. അല്ലാതെ ഒരു വയലേഷൻ ഞങ്ങൾ സൃഷ്ടിക്കില്ല. ഞങ്ങൾ ഇതേ രീതിയിൽ തന്നെ സമരം തുടരും. എന്തായാലും സമരത്തിൽ നിന്ന് ഇവരും പിന്നോട്ടില്ല. നിലവിൽ ഇതേ രീതിയിൽ ഇപ്പോൾ എങ്ങനെയാണോ സമരം തുടരുന്നത് ആ രീതിയിൽ സമരം തുടരാനാണ് CPO റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഉമേഷ്, സമരത്തെക്കുറിച്ച് ഇപ്പോൾ ധനമന്ത്രിയുടെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. നമുക്ക് ആ പ്രതികരണം കണ്ടതിന് ശേഷം ഞാൻ ഉമേഷിലേക്ക് വരാം. ധനമന്ത്രി പറയുന്നത് PSC സമരത്തിൽ സർക്കാരിന് ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്നുള്ളതാണ്. ധനമന്ത്രി TM തോമസ് ഐസക് പറയുന്നത് 6 മാസത്തേക്ക് എല്ലാ ലിസ്റ്റുകളും നീട്ടിയതാണ്. ഉദ്യോഗാർത്ഥികളുമായുള്ള ചർച്ചയുടെ വാതിൽ പക്ഷേ കൊട്ടിയടച്ചിട്ടുള്ള റദ്ദായ ലിസ്റ്റിൽ ഇനി സർക്കാരിനൊന്നും ചെയ്യാനില്ല എന്നുമാണ് ധനമന്ത്രി പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കും. എവിടെയൊക്കെ ഒഴിവുണ്ടോ ആ ഒഴിവുകൾ പൂർണ്ണമായി നികത്തുന്നതിന് സർക്കാർ തീരുമാനിച്ചിട്ടില്ലേ? പരിശോധിക്കുന്നതിന് കമ്മിറ്റിയെ വെച്ചിട്ടില്ലേ? 6 മാസത്തേക്ക് എല്ലാ ലിസ്റ്റും നീട്ടിയിട്ടില്ലേ? 6 മാസം ഇല്ല, ഇന്ന് തന്നെ ചെയ്യണം എന്ന് ശടിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പക്ഷേ ചിലർക്കിതിങ്ങനെ ഒരു അക്രമവും ഒക്കെ ആയിട്ടുള്ള വേദിയാക്കി വളർത്തണമെന്ന് താല്പര്യമുണ്ട് പ്രതിപക്ഷത്തിന്. ഇല്ല, ചർച്ചക്കുള്ള വാതിലൊന്നും കൊട്ടിയടച്ചിട്ടില്ല. ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഒന്നൊന്നായിട്ട് സർക്കാർ ചെയ്തിട്ടുണ്ട്. ഉമേഷ്, ഇതാണ് പറഞ്ഞത്. ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായി സർക്കാർ ചെയ്തിട്ടുണ്ടെന്നാണ് ധനമന്ത്രി പറയുന്നത്. പക്ഷേ ഉദ്യോഗാർത്ഥികൾക്ക് അത് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടില്ല. പ്രതിപക്ഷ യുവജന സംഘടനകൾക്കും അത് ബോധ്യപ്പെട്ടിട്ടില്ല. ഷാഫിയുടെയും അതോടൊപ്പം തന്നെ ശബരിനാഥന്റെയും ഒക്കെ സമരപരിപാടികൾ, നിരാഹാര സമരം തുടരുകയാണ്. എന്താണ് അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടി ഉമേഷ്? പ്രതിപക്ഷ യുവജന സംഘടനകൾ, അതായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും നടത്തുന്ന നിരാഹാര സമരങ്ങൾ തുടരുകയാണ്. ഇത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് മറ്റ് സമരാലോചനകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല. ഇതേ രീതിയിൽ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തുടർന്നുകൊണ്ട രീതിയിൽ തന്നെ അവരും സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രൻ അത് സമരം അവസാനിപ്പിച്ച് ഗവർണറെ കണ്ടു. പക്ഷേ ഗവർണർ തലത്തിൽ ഒരു ഇടപെടൽ, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടൽ നടത്താനാകുമോ എന്നുള്ള ശ്രമമാണ് ശോഭാ സുരേന്ദ്രൻ നടത്തുന്നത്. അതിനുവേണ്ടിയാണ് ഇന്ന് ഗവർണറെ നേരിട്ട് കാണുന്നത് ഈ രീതിയിൽ. പക്ഷേ ഇപ്പോഴും ധനമന്ത്രി പറയുന്നതിലെ ഒരു പ്രശ്നം CPO റാങ്ക് ലിസ്റ്റുകാരുടെ കാര്യമാണ്. കാരണം CPO റാങ്ക് ലിസ്റ്റുകാർക്ക് അവരുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി റദ്ദായി അല്ലെങ്കിൽ അവസാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ റാങ്ക് ലിസ്റ്റിൽ സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് ധനമന്ത്രിയും പറയുന്നത്. സ്വാഭാവികമായി ഇവർ കോടതിയിൽ പോയിട്ടുണ്ട്. കോടതിയിൽ സർക്കാർ നിലപാട് അറിയിക്കുമ്പോൾ ഇവർക്ക് അനുകൂലമായോ അല്ലെങ്കിൽ ഇവരുടെ നിലപാടിനെ എതിർക്കാതെ ഒരു നിലപാട് അറിയിക്കണം. അതാണ് ഇതിൽ, അല്ലെങ്കിൽ ഇവർക്ക് ഒരു പരിഹാര മാർഗം കാണുക അല്ലെങ്കിൽ പരിഹാരം ഉറപ്പ് നൽകാനാകുന്നത് ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ്. ഇവർ കോടതിയിൽ എന്തായാലും പോയിട്ടുണ്ട്. സ്വാഭാവികമായി സർക്കാർ നിലപാട് ഹൈക്കോടതിയിൽ നിന്ന് ചോദിക്കുന്ന സമയത്ത് ഇവരുടെ ജോലി സാധ്യത മങ്ങുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയാൽ പോലും ഇവർ ഒരുപക്ഷെ സമരത്തിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും നിലവിൽ സമരം ഇതേ രീതിയിൽ തുടരാൻ തന്നെയാണ് തീരുമാനം.
ഉമേഷ് ബാലകൃഷ്ണനാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ഉദ്യോഗാർത്ഥികളുടെയും പ്രതിപക്ഷ സംഘടനകളുടെയും ഒക്കെ സമരം തുടരുകയാണ്. CPO സമരത്തിൽ സിവിൽ പോലീസ് ഓഫീസേഴ്സിന്റെ റാങ്ക് പട്ടികയിലുള്ളവരുടെ സമരം എന്ന് പറയുന്നത് കോടതിയിൽ കേസ് വരുന്ന സമയത്തെങ്കിലും സർക്കാർ അനുകൂല നിലപാടെടുക്കണം എന്നുള്ളതാണ്. അതേസമയം PSC ഉദ്യോഗാർത്ഥികളുടെ സമരവുമായി ബന്ധപ്പെട്ട് ഗവർണറെ കാണാനാണ് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ തയ്യാറെടുക്കുന്നത്. ഉദ്യോഗാർത്ഥി പ്രതിനിധികളുമായി അവരുൾപ്പെടെയുള്ളവരെ ഗവർണറുടെ അടുത്ത് എത്തിച്ച് കൂടിക്കാഴ്ചയ്ക്കാണ് ശ്രമിക്കുന്നത്. അതിനുള്ള അനുവാദം ശോഭാ സുരേന്ദ്രൻ തേടിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ 48 മണിക്കൂറുകളാണ് PSC ഉദ്യോഗാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഉപവാസം നടത്തുന്നത്. 11 മണിയോടുകൂടി ഇത് അവസാനിക്കും. ഏതായാലും ശോഭാ സുരേന്ദ്രനോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. 11 മണിക്ക് ഈ ഉപവാസം അവസാനിക്കണം. അതിനുശേഷം എന്ത് നീക്കങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത്? ഈ സമരത്തെ വളരെ ഉദാരമായ സമീപനത്തോടുകൂടി കാണുകയും സമരം അവസാനിപ്പിക്കുകയും ചെയ്യേണ്ട കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിരുത്തരവാദപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് സമരക്കാരെ ഉൾപ്പെടെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ അടിയന്തരമായി കേരളത്തിൻ്റെ ഗവർണർക്ക് അദ്ദേഹം ഇടപെടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു നിവേദനം കൈമാറുക എന്നുള്ളതാണ്. അതിൽ അദ്ദേഹവുമായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. 11 മണിയാകുമ്പോൾ ഏതാണ്ട് നമുക്കതിനുള്ള ടൈമിംഗ് ഇത്ര മണിക്ക് എന്നുള്ള ടൈമിംഗ് കിട്ടും എന്നാണ് ഞാൻ കരുതുന്നത്. ആ സമയത്ത് സമരത്തിന് നേതൃത്വം നൽകുന്ന ചില ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ അവരും ഒരുമിച്ച് അദ്ദേഹത്തെ കാണാമെന്നാണ് ഇപ്പോൾ വിചാരിച്ചിട്ടുള്ളത്. ഇതാണ് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ എന്ന് പറയുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരത്തിൽ സമരത്തിന്റെ തീഷ്ണത ആളിക്കത്തുന്ന സമയത്ത്, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ ചൂട് വ്യാപിക്കുന്ന സമയത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്താണ് സെക്രട്ടേറിയറ്റ് ചേരുന്നത്. ഉദ്യോഗാർത്ഥികളുടെ സമരവും അതേ തുടർന്നുള്ള സാഹചര്യങ്ങളും CPM വിലയിരുത്തും. ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിജയരാഘവന്റെ വിവാദ പരാമർശങ്ങൾ സംബന്ധിച്ചും ചർച്ച ഉണ്ടായേക്കും. CPMുമായുള്ള ഉഭയകക്ഷി ചർച്ചയുടെ വിശദാംശങ്ങളിലും ഇന്ന് ചർച്ചയുണ്ടാകും. ഇതിൽ നിന്ന് ഇനി പെട്രോൾ വില വർധനയിലേക്കാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ്. സംസ്ഥാനത്ത് പെട്രോൾ വില ലിറ്ററിന് 92 രൂപ കടന്നിരിക്കുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് 92 രൂപ 7 പൈസയാണ് 1 ലിറ്റർ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത്. ഡീസലിന് 86 രൂപ 61 പൈസയുമായി വർദ്ധിച്ചിട്ടുണ്ട്. തുടർച്ചയായ 12ാം ദിവസമാണ് ഇന്ധനവില രാജ്യത്ത് കൂട്ടുന്നത്. പെട്രോൾ ലിറ്ററിന് 31 പൈസയും ഡീസൽ 34 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. കൊച്ചിയിൽ പെട്രോൾ വില ലിറ്ററിന് 90 രൂപ 46 പൈസയും ഡീസലിന് 85 രൂപ 1 പൈസയുമായാണ് വർദ്ധിച്ചത്. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട്. തുടർച്ചയായി 12ാമത്തെ ദിവസവും പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചു എന്നുള്ളതാണ്. 31 പൈസയും 34 പൈസയുമാണ് ഇത് അക്രമം. നമുക്കിവിടെ ആളുകളോട് തന്നെ ചോദിക്കാം, എണ്ണടിക്കാൻ വന്ന ആളുകളുണ്ട്. ഇതിങ്ങനെ എല്ലാ ദിവസമായിട്ടുള്ള കാഴ്ചയായി മാറുകയാണ്. എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത് എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഈ പെട്രോളിന് വില പിടിച്ചു നിർത്താൻ പറ്റിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പെട്രോളിന് വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാത്തിനും പച്ചക്കറി പലചരക്ക് സാധനങ്ങൾ എല്ലാത്തിനും വില കൂടുമല്ലോ. അതൊരു ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ആളുകൾ പറയാനുള്ളത്. നമുക്ക് ഇവിടെ എണ്ണ അടിക്കാൻ ആളുകളുണ്ട്. ചേട്ടാ, ഇതിപ്പോൾ ഒരു ദിവസമായിട്ടുള്ളൊരു സംഭവമാണ്. ഇത്ര പൈസ വെച്ച് കൂടുന്നുള്ളത് നമ്മളതിൽ എന്താ പറയുക, നമുക്കെല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളിപ്പോൾ നമ്മുടെ ജോലിക്ക് വെക്കും, നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ. ഇത് അത്യാവശ്യം കൊണ്ടാണ് ഇപ്പോൾ അടിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ ഉപേക്ഷിക്കുക തന്നെ. പണ്ടൊക്കെ വെച്ചാൽ കുറഞ്ഞ പൈസ കൂടിയാൽ പോലും വലിയ പ്രക്ഷോഭം ഉണ്ടാകാറുണ്ട്. ഇപ്പം നമ്മൾ ആരും മിണ്ടുന്നില്ല. ഇപ്പം മിണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെ മുണ്ട്? ഇപ്പോൾ ആരോടെ പറയാത്, ആരോട് പറഞ്ഞും കാര്യമൊന്നുമില്ല. ഇത് ജനങ്ങളെ അടിച്ചേൽപ്പിക്കുക, അത്രേ ഉള്ളൂ. വലിയ നിരാശയാണ് അല്ലേ? അത്രേ ഉള്ളൂ. ഇതാണ് ആളുകൾ എല്ലാവരും തന്നെ വലിയ നിരാശയിലും നിസ്സംഗതയിലുമാണ്. ഇതൊരു എല്ലാ ദിവസവും കൂടുന്നു എന്നുള്ളതാണ്. എന്താണ് ഇപ്പം ഇന്നും എത്ര പൈസ കൂടിയിട്ടുണ്ട്? 91.39. അതെ, 100ലേക്ക് വലിയ ദൂരമില്ല അല്ലേ? ഇല്ല, ഇനിയിപ്പോൾ വൈകാതെ 100 തോന്നുന്നു. ഇത് ഈ ആളുകളുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന്, പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് കാര്യമായ സമരങ്ങളൊന്നും വരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അവരുടെ സപ്പോർട്ട് ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. അതാണ് ഏറ്റവും വലിയൊരു കേന്ദ്ര സർക്കാരുകളും ഇതിനകത്ത് കൃത്യമായി ഇടപെടൽ നടത്തുന്നില്ല അല്ലേ? അതെ, കേന്ദ്രവും സംസ്ഥാനവും കൂടെ എന്തെങ്കിലും ലിങ്ക് ഉണ്ടാവും.
ആളുകളെ വലിയ തോതിൽ ബാധിച്ചു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എല്ലാവരും പറയുന്ന ഒരു കാര്യം എവിടെയാണ് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ള ഒരു പ്രശ്നമാണ് ആൾക്ക് പങ്കുവെക്കുന്നത്. ചേട്ടാ എന്നാ പറയാ പറഞ്ഞു മടക്കല്ലേ ചെയ്ത് കാര്യമൊന്നുമില്ലല്ലോ. അടിക്കല്ലേ അടിക്കാൻ നിവർത്തിയില്ല. ഇതിപ്പോ നിങ്ങളിപ്പം ഇത് അടിക്കുന്നത് ഇതിന്റെ വാടകയൊക്കെ കൂടി തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് വണ്ടി വാടക കൂടിയില്ല? ഇല്ല. അപ്പൊ ഇപ്പൊ നഷ്ടം സഹിക്കുകയാണോ? അതോ നഷ്ടം തന്നെയാണ്, നമുക്ക് നഷ്ടം തന്നെയാണ്. വേറെ ഒന്നും പറയാനില്ല, നമ്മളിത് അനുഭവിക്കുക അത്ര തന്നെ. അനുഭവിക്കുക എന്നാണ് ഓരോരുത്തരും പറയുന്നത്. 10 ദിവസം കൊണ്ട് ഏതാണ്ട് 3 രൂപയിലധികമാണ് 1 ലിറ്റർ പെട്രോളിന് കൂട്ടിയിട്ടുള്ളത്. പ്രസാദിന്റെ റിപ്പോർട്ട് പാലക്കാട് നിന്നുമാണ് നമ്മൾ കണ്ടത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൊല്ലത്ത് ഐശ്വര്യ കേരള യാത്രയ്ക്കിടെ സംസാരിക്കുകയാണ്. തത്സമയം EMCC എന്ന കമ്പനിയുമായി നടത്തിയ ചർച്ചയുടെ വെളിച്ചത്തിലാണ് ഈ ധാരണ ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് മത്സ്യനയത്തിൽ മാറ്റം വരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ധാരണാപത്രം ഒപ്പിട്ടിരിക്കുന്നത്. മത്സ്യനയത്തിലെ ഖണ്ഡിക 2.29 ഇങ്ങനെയാണ്: അമിത ചൂഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന കോണ്ടിനെന്റൽ ഷെൽഫ് ഏരിയയിൽ നിന്നും നിലവിലെ മത്സ്യബന്ധന സമ്മർദ്ദം കോണ്ടിനെന്റൽ സ്ലോപ്പ് ഏരിയയിലേക്ക് മാറ്റപ്പെടേണ്ടതിന് പുറംകടലിൽ ബഹുദിന മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകും. ഇതിന്റെ മറവിലാണ് ഈ അമേരിക്കൻ പ്ലീസ് ബാക്കി നിൽക്കുന്നവർ ദയവേത് ഒന്നുമില്ല അങ്ങോട്ട് മാറില്ല. ഈ അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനിയുമായി ഈ നടപടികൾ ഉണ്ടായിട്ടുള്ളത്. 2020 ഈ കമ്പനിയെ പ്രത്യേകം കൊച്ചിയിൽ നടന്ന അസന്റ് യോഗത്തിലേക്ക് വിളിച്ചു വരുത്തുകയും ധാരണാപത്രം ഒപ്പിടുകയും ചെയ്തു. അമേരിക്കൻ കമ്പനിയായ EMCC ഇന്റർനാഷണലിന്റെ സബ്സിഡിയറി കമ്പനിയായ EMCC ഇന്റർനാഷണൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായിട്ടാണ് ധാരണാപത്രം ഒപ്പിട്ടിരിക്കുന്നത്. ഈ കമ്പനി, രസകരമായ കാര്യം, ഈ കമ്പനിക്ക് ആകെ 10 ലക്ഷം രൂപ മാത്രമാണ് മൂലധനം. ഈ കമ്പനി 2 വർഷം മുമ്പാണ് രൂപീകരിച്ചത്. മറ്റ് തട്ടിപ്പുകൾ പോലെ ഇതിലും താൽപര്യപത്രം ക്ഷണിച്ചിട്ടില്ല, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിച്ചിട്ടില്ല, ഗ്ലോബൽ ടെൻഡർ വിളിച്ചിട്ടില്ല. എങ്ങനെ ഈ EMCCയെ തെരഞ്ഞെടുത്തു? ഇങ്ങനെ ഒരു കമ്പനി ഇങ്ങനെയാണെങ്കിൽ ഇനിയും വാദത്തിന് നമുക്ക് സമ്മതിക്കാം, ഇത് സതുദ്ദേശത്തോടു കൂടിയാണ് എങ്കിൽ എന്തുകൊണ്ട് ഗ്ലോബൽ ടെൻഡർ വിളിച്ചില്ല, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചില്ല? ഈ കരാർ അനുസരിച്ച് 400 യന്ത്രവൽക്കരണ ട്രോളറുകൾ മത്സ്യബന്ധനത്തിൽ ഇറങ്ങാൻ പോവാണ്. ഓരോന്നിനും വില 2 കോടിയാണ്. 5 മദർ വെസലുകൾ വാങ്ങും, അതിന് ഓരോന്നിനും 74 കോടിയാണ്. അപ്പോൾ ഇപ്പോഴവര് പറയുന്നത് ഹാർബറുകൾ വികസിപ്പിക്കും, ഇങ്ങനെ പിടിക്കുന്ന മത്സ്യം കേരളത്തിൽ തന്നെ സംസ്കരിക്കും, അതിന് യൂണിറ്റുകൾ ഉണ്ടാക്കും. ഏതായാലും സർക്കാരിനെതിരെ പുതിയ അഴിമതി ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. സർക്കാർ EMCC എന്ന അമേരിക്കൻ കമ്പനിക്ക്, ബഹുരാഷ്ട്ര കമ്പനിക്ക് കേരളത്തിന്റെ ആഴക്കടൽ മത്സ്യബന്ധനം തീരെഴുതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതി നൽകിയത്. താൽപര്യപത്രം ക്ഷണിക്കാതെയാണ്, ധാരണാപത്രം ഉണ്ടാക്കാതെയാണ് സർക്കാരിന്റെ നടപടി എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. കൊല്ലത്താണ് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തുന്നത്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കും. ന്യൂസ് അപ്ഡേറ്റ് തുടരുന്നു. നാസയുടെ ചൊവ്വ ദൗത്യം പേഴ്സിവിയറസ് റോവർ ചൊവ്വയിൽ ഇറങ്ങി. 7 മാസം നീണ്ട യാത്രയ്ക്ക് ഒടുവിലാണ് ദൗത്യം ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നത്. ചൊവ്വയിൽ ജീവന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ചൊവ്വയുടെ വടക്ക് ഭാഗത്തെ ജസീറോ ക്രേറ്ററിൽ പുലർച്ചെ 2:30യോടെയാണ് പെർസിവിയറൻസ് റോവർ ഇറങ്ങിയത്. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നതിൽ തുടങ്ങി ഉപരിതലം തൊടുന്നതുവരെയുള്ള ഘട്ടമായിരുന്നു ഏറെ നിർണായകം. മണിക്കൂറിൽ 20,000 കിലോമീറ്ററിനടുത്ത് വേഗതയിൽ അന്തരീക്ഷത്തിൽ പ്രവേശിച്ചു. തുടർന്ന് വേഗം കുറച്ച് സേഫ് ലാൻഡിംഗ്. 7 മാസം നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ദൗത്യം ലക്ഷ്യത്തിലെത്തിയത്.
23 ക്യാമറകളും 2 മൈക്രോഫോണുകളും ഉൾപ്പെടെ 7 ഉപകരണങ്ങളാണ് പെർസിവിയറൻസിലുള്ളത്. 350 കോടി വർഷം മുൻപ് മഹാനദി നിലനിന്നിരുന്നു എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജസീറോ ക്രേറ്റർ മേഖലയിൽ തന്നെ പര്യവേഷണം നടത്തുന്നത്. ചൊവ്വയിൽ ജീവന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുന്നതിനൊപ്പം അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ എന്നും പെർസിവിയറൻസ് പരിശോധിക്കും. ഇൻജന്യൂയിറ്റി എന്ന കുഞ്ഞൻ ഹെലികോപ്റ്ററും റോവറിനൊപ്പമുണ്ട്. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ പറക്കൽ സാധ്യമാണോ എന്ന് പരിശോധിക്കുകയാണ് ലക്ഷ്യം. ചൊവ്വയിലെ പാറക്കഷ്ണങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് 2031 പെർസിവിയറൻസ് റോവർ തിരിച്ചെത്തും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇതാണ് പുതിയ വാർത്ത എന്ന് പറയുന്നത്. പുലർച്ചെയാണ് ഈ ദൗത്യം ഉണ്ടായത്. ഉദുമ MLA കെ കുഞ്ഞിക്കണ്ണൻ മുദ്രാവാക്യവുമായി കുഞ്ഞിക്കണ്ണനെതിരെ കൊലവിളി മുദ്രാവാക്യവുമായി യൂത്ത് കോൺഗ്രസ്. അതാണ് പുതിയൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. ഉദുമ MLA കെ കുഞ്ഞിരാമനെതിരെ കൊലവിളി മുദ്രാവാക്യവുമായി യൂത്ത് കോൺഗ്രസ്. പെരിയ കല്ലോട്ട് ശരത്ലാൽ കൃപേഷ് അനുസ്മരണ പരിപാടിക്കിടെ നടന്ന പ്രകടനത്തിലാണ് MLAക്കെതിരെ കൊലവിളി മുദ്രാവാക്യം ഉയർത്തിയത്. ഉദുമ MLA കെ കുഞ്ഞിരാമനെതിരെയുള്ള കൊലവിളി മുദ്രാവാക്യമാണ് കേട്ടത്. യൂത്ത് കോൺഗ്രസ് ആണ് മുദ്രാവാക്യം മുഴക്കുന്നത്. കെ കുഞ്ഞിരാമനെ തീർത്തിയിടും എന്നുള്ളതാണ് കൊലവിളി മുദ്രാവാക്യം എന്ന് പറയുന്നത്. പെരിയ കല്യോട്ട് ശരത്ലാൽ കൃപേഷ് അനുസ്മരണ പരിപാടിക്കിടെയാണ് ഇത്തരത്തിൽ MLAക്കെതിരെയുള്ള കൊലവിളി മുദ്രാവാക്യം. ന്യൂസ് അപ്ഡേറ്റ് പൂർണ്ണമാക്കുകയാണ്. നമസ്കാരം.